ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മറ്റന്നാൾ വോട്ടെടുപ്പ്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തുടർച്ചയായ പക്ഷിപ്പനിയിൽ പ്രതിസന്ധിയിലായി കുട്ടനാട്ടിലെ താറാവ് കർഷകർ. കേരള, തമിഴ്നാട് തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഉയർന്ന ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 168 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദർ നഗർ ഹവേലിയിലും ദാമൻ ദിയുവിലുമാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും അതത് മുന്നണികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് മന്ത്രി MB രാജേഷ്. അധ്യയന വർഷാരംഭവും കാലവർഷവും മുന്നിൽ കണ്ട് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ബോർഡുകൾ, ഹോർഡിംഗുകൾ എന്നിവ മെയ് 10-നുള്ളിൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കുന്നതിനും കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തി KSEB. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം, വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള അന്തരം തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിഹരിക്കുന്നതിനാണ് കൺട്രോൾ റൂം സംവിധാനം. തിരുവനന്തപുരത്ത് വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക. നവകേരള സദസ്സിനായി ഉപയോഗിച്ച നവകേരള ബസിന്റെ ആദ്യ സർവീസിൽ തന്നെ വാതിൽ തകർന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ആദ്യ യാത്ര പുറപ്പെട്ട ഗരുഡ പ്രീമിയം ബസിന്റെ വാതിലിന് യാതൊരു തകരാറും ഇല്ലായിരുന്നു. ബസിന്റെ സുരക്ഷയുടെ ഭാഗമായി അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട സ്വിച്ച് ആരോ അബദ്ധത്തിൽ അമർത്തിയതാണ് വാതിൽ തുറക്കാൻ കാരണം. പിന്നീട് ഡോർ എമർജൻസി സ്വിച്ച് റീസെറ്റ് ചെയ്ത് യാത്ര തുടരുകയാണ് ഉണ്ടായതെന്നും മന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. കുട്ടനാട്ടുകാർക്ക് നെൽകൃഷിക്ക് പുറമേയുള്ള ജീവിതോപാധിയാണ് താറാവ് വളർത്തൽ. എന്നാൽ തുടർച്ചയായി ഉണ്ടാകുന്ന പക്ഷിപ്പനി കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. 24 രൂപ നിരക്കിൽ താറാവിൻ കുഞ്ഞുങ്ങളെ വാങ്ങി 3 മാസം കഴിഞ്ഞ് വളർത്തി വിൽക്കുമ്പോൾ 200 മുതൽ 250 രൂപ വരെ ലഭിക്കും. വിപണിയിൽ 350 രൂപ വരെ വിലയുണ്ട്. താറാവ് വളർത്തിയും താറാവ് വിൽപ്പന നടത്തിയും ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കുട്ടനാട്ടിലുള്ളത്. തുടർച്ചയായി ഉണ്ടാവുന്ന പക്ഷിപ്പനി ഈ കർഷകരെ അക്ഷരാർത്ഥത്തിൽ വറുതിയിലാക്കി. കഴിഞ്ഞ 2 ആഴ്ചയായി 1,00,000-ലേറെ പക്ഷികളെയാണ് നശിപ്പിച്ചത്. പ്രതിരോധ നടപടിയുടെ ഭാഗമായി കൊന്നൊടുക്കുന്ന താറാവിന് വളർച്ച അനുസരിച്ച് 100 മുതൽ 200 രൂപ വരെയാണ് ലഭിക്കുന്നത്. മുട്ടകൾക്ക് 5 രൂപയും ലഭിക്കും. രോഗം സ്ഥിരീകരിക്കാത്ത താറാവുകളെ കൊന്നാൽ നഷ്ടപരിഹാരവുമില്ല. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വ്യോമസേന വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തെ അനുശോചനമറിയിച്ച് വ്യോമസേന. രാഷ്ട്രസേവനത്തിനിടെ ജീവത്യാഗം ചെയ്ത സൈനികൻ വിക്കി പഹാഡയെ അഭിവാദ്യം ചെയ്യുന്നതായി വ്യോമസേന സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതിനിടെ ആക്രമണത്തിന് ഭീകരരെ സഹായിച്ചതായി സംശയിക്കുന്ന 6 പ്രദേശവാസികളെ ചോദ്യം ചെയ്തു. ഇന്നലെ വൈകുന്നേരമാണ് ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചത്. 5 സൈനികർക്ക് പരിക്കേറ്റു. മെഡിക്കൽ ബിരുദ പ്രവേശനത്തിനായുള്ള ദേശീയ പരീക്ഷയായ നീറ്റ് ഇന്ന് നടന്നു. ഇത്തവണ 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 168 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസെടുത്തു.
ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ കേരള തീരത്തും കന്യാകുമാരി, തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് രാത്രി 11:30 വരെ ഓറഞ്ച് ജാഗ്രത നൽകി. അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും നിയന്ത്രണമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു. 5 തെങ്ങിലും വിഴിഞ്ഞത്തുമാണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ശക്തമായ കടലാക്രമണം തുടരുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ 5 തെങ്ങിലുണ്ടായ കടലാക്രമണത്തിൽ ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. നിരവധി വീടുകളിൽ വെള്ളം കയറി. 3 വീടുകളിൽ നിന്ന് ആൾക്കാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തിരമാല റോഡിലേക്ക് കയറിയതിനെ തുടർന്ന് മണ്ണും മണലും ചെളിയും കാരണം ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ പെരുമാതുറ, മുതലപ്പൊഴി, വിഴിഞ്ഞം, പൂന്തുറ എന്നിവിടങ്ങളിലുണ്ടായ അതിശക്തമായ കടലാക്രമണത്തെ തുടർന്ന് ചില വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് മിക്ക വീടുകളിൽ നിന്നും ആളുകൾ മാറി താമസിച്ചു. ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയോടെ ചെറിയ രീതിയിൽ കള്ളക്കടൽ പ്രതിഭാസം അനുഭവപ്പെട്ടു. ചന്തക്കടപ്പുറം, കാരാറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കയറിയത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊല്ലത്ത് കടൽക്ഷോഭം ശക്തമായി തുടരുന്നു. കൊല്ലം നഗരത്തിലെ വെടിക്കുന്ന് ഭാഗത്ത് തിരയടിയിൽ ഒരു വീട് തകർന്നു. ആഴ്ചകൾക്കു ശേഷം ഇന്ന് ജില്ലയിൽ പകൽ ചൂടിന്റെ കാഠിന്യം താരതമ്യേന കുറവായിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച എറണാകുളത്തും 9-ാം തീയതി വയനാടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 8, 9 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഉയർന്ന ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി ചൂട് കൂടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നു. ഈ മാസം 9-ന് വടകര ജില്ലാ ആശുപത്രി, താമരശ്ശേരി താലൂക്ക് ആശുപത്രി, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലും ക്യാമ്പുകൾ നടക്കും. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിൽ കാന്തല്ലൂർ കനുവിന് ചൊവ്വാഴ്ച തുടക്കമാകും. കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണനമേള കാന്തല്ലൂർ കനവ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് കാന്തല്ലൂർ കനവ് സംഘടിപ്പിക്കുന്നത്. 40ഓളം സംരംഭകരുടെ രുചിയേറിയ ഭക്ഷ്യവസ്തുക്കൾ മേളയിലുണ്ടാകും. കൂടാതെ ഭക്ഷ്യോൽപാദന മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ ടെക്നോളജി, മെഷീനറികളുടെ പ്രദർശനം, സംരംഭങ്ങൾക്ക് ആവശ്യമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകുന്ന സ്റ്റാളുകൾ, പ്രത്യേക ബാങ്കിംഗ് കൗണ്ടറുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ മെയ് 9-ന് ഭക്ഷ്യ സംസ്കരണ മേഖലയും സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാലയും നടക്കും. ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആചരണത്തോടനുബന്ധിച്ച് ചവറ പന്മന ആശ്രമത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മറ്റന്നാൾ വോട്ടെടുപ്പ്. 5-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. തുടർച്ചയായ പക്ഷിപ്പനിയിൽ പ്രതിസന്ധിയിലായി കുട്ടനാട്ടിലെ താറാവ് കർഷകർ. കേരള, തമിഴ്നാട് തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഉയർന്ന ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 168 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.